നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വിചിത്രവും അതേസമയം ഏറ്റവും ദുരൂഹവുമായ തലസ്ഥാന നഗരങ്ങളിൽ ഒന്നിലേക്ക് ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നു. മരുഭൂമിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം, ലോക റെക്കോർഡുകൾ നിറഞ്ഞ ഒരു നഗരം, വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരങ്ങളും ഭീമാകാരമായ സ്മാരകങ്ങളും 8 വരി പാതകളുള്ള ഹൈവേകളും ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച ഫൗണ്ടനുകളും നിറഞ്ഞ ഒരു നഗരം. ആദ്യമായി ചിത്രങ്ങൾ കാണുന്ന ഒരാൾക്ക് ഇതൊരു യഥാർത്ഥ നഗരമല്ലെന്നും ഒരു സിനിമാ സെറ്റോ ഡിസ്നി ലാൻഡോ ആണെന്നും തോന്നും. എന്നാൽ ഈ നഗരത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യം അതിന്റെ സൗന്ദര്യമല്ല, അവിടെ ആളുകളില്ല എന്നതാണ്. ഇത് അഷ്ഗാബാദ് ആണ്, മധ്യേഷ്യൻ രാജ്യമായ തുർക്ക്മെനിസ്ഥാന്റെ തലസ്ഥാനം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെളുത്ത മാർബിൾ കെട്ടിടങ്ങളുള്ള നഗരം എന്ന ഗിന്നസ് റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ ഈ നഗരം സ്വന്തമാക്കിയിട്ടുണ്ട്. പകൽ സമയത്ത് ഡ്രോൺ ക്യാമറകൾ നഗരത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ കാണുന്നത് തിളങ്ങുന്ന കൊട്ടാരങ്ങളും വിശാലമായ റോഡുകളും ഭീമൻ സ്മാരകങ്ങളുമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം കാണാനില്ല: സാധാരണ മനുഷ്യർ. ഒരു തലസ്ഥാന നഗരത്തിൽ സ്വാഭാവികമായി കാണേണ്ട തിരക്ക്, വാഹനങ്ങളുടെ നീണ്ട നിരകൾ, തെരുവ് കച്ചവടക്കാർ, പാർക്കുകളിൽ കളിക്കുന്ന കുട്ടികൾ, ഓഫീസുകളിലേക്ക് പോകുന്ന ജീവനക്കാർ ഒന്നും ഇവിടെ കാണുന്നില്ല. നഗരം ജീവനില്ലാത്തൊരു പ്രദർശന വസ്തുവിനെ പോലെ തോന്നുന്നു. ഇതാണ് ലോകത്തെ നിരവധി മാധ്യമങ്ങളെയും ഗവേഷകരെയും അമ്പരപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇത്ര വലിയ നഗരം ശൂന്യമായി കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച സ്റ്റേഡിയങ്ങളിൽ കാണികളില്ലാത്തത്? എന്തുകൊണ്ടാണ് 8 വരി പാതകളുള്ള ഹൈവേകളിൽ വാഹനങ്ങൾ വിരളമായി മാത്രം സഞ്ചരിക്കുന്നത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരം അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ലോകത്തിലെ ഏറ്റവും അടച്ചിട്ട രാഷ്ട്രീയ സംവിധാനങ്ങളിൽ ഒന്നിലേക്കാണ്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സ്വതന്ത്ര രാഷ്ട്രമായി മാറിയ രാജ്യമാണ് തുർക്ക്മെനിസ്ഥാൻ. പല മുൻ സോവിയറ്റ് രാജ്യങ്ങളും ജനാധിപത്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അധികാരം ഏറ്റെടുത്തത് സഫറ മുറാത്ത് നിയാസോവ് എന്ന നേതാവായിരുന്നു. അദ്ദേഹം ക്രമേണ രാജ്യത്തെ പൂർണ്ണമായും സ്വന്തം നിയന്ത്രണത്തിലാക്കി. തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നുവെങ്കിലും യഥാർത്ഥ രാഷ്ട്രീയ മത്സരം ഇല്ലായിരുന്നു. മാധ്യമങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലായി, വിമർശനങ്ങൾ അപ്രത്യക്ഷമായി, അധികാരത്തെ ചോദ്യം ചെയ്യുന്നവരെ കാണാതാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു. അഷ്ഗാബാദിന്റെ തിളങ്ങുന്ന മുഖത്തിന് പിന്നിൽ മനുഷ്യാവകാശ സംഘടനകൾ വർഷങ്ങളായി ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങളുണ്ട്. സർക്കാരിനെ വിമർശിച്ചവർ ദുരൂഹ സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമാകുന്നു. ചിലരെ അറസ്റ്റ് ചെയ്ത ശേഷം അവരുടെ കുടുംബങ്ങൾക്ക് പോലും വിവരങ്ങൾ ലഭിക്കാറില്ല. മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ബോറിസ് ഷിഖ്മുറദോവ് ഒരു കാലത്ത് ഭരണകൂടത്തിന്റെ വിശ്വസ്തനായിരുന്നു. എന്നാൽ പിന്നീട് സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ അറസ്റ്റിലായി. ടെലിവിഷനിൽ നിർബന്ധിത കുറ്റസമ്മതം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും ദുരൂഹമാണ്. ഈ രാജ്യത്തിന്റെ ഭരണരീതി വെറും രാഷ്ട്രീയ നിയന്ത്രണം മാത്രമല്ല, അതൊരു മനഃശാസ്ത്ര നിയന്ത്രണ സംവിധാനവുമാണ്. ഒരു പൗരൻ എവിടേക്ക് യാത്ര ചെയ്യണം, ആരുമായി സംസാരിക്കണം, എന്ത് വാർത്ത വായിക്കണം, എന്താണ് വിശ്വസിക്കേണ്ടത് എന്നതുവരെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു. രാജ്യത്തിനുള്ളിൽ യാത്ര ചെയ്യുന്നതിനും പലപ്പോഴും പ്രത്യേക രേഖകൾ ആവശ്യമാണ്. ചില ഹോട്ടലുകളിൽ താമസിക്കണമെങ്കിൽ പോലീസിന്റെ അനുമതി വേണം. പൊതുഗതാഗത സംവിധാനങ്ങളിലും തിരിച്ചറിയൽ പരിശോധനകൾ പതിവാണ്. രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതും എളുപ്പമല്ല. പാസ്പോർട്ട് ലഭിക്കാൻ കാലതാമസം നേരിടും. ചിലർക്ക് യാത്രാ വിലക്കുകൾ നേരിടേണ്ടിയും വരും. ഭരണകൂടത്തെ വിമർശിച്ച വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പേരുകൾ പ്രത്യേക പട്ടികകളിൽ ഉൾപ്പെടുത്തി യാത്ര തടയുന്നു എന്ന ആരോപണങ്ങളും നിരവധി റിപ്പോർട്ടുകളിൽ ഉയർന്നിട്ടുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ശാരീരിക സ്വാതന്ത്ര്യം പോലും പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥ. എന്നാൽ ഇതിലും ശക്തമായ ആയുധം വിവര നിയന്ത്രണമാണ്. ലോകത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും വിവരങ്ങൾ ലഭിക്കുമ്പോൾ തുർക്ക്മെനിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങളിലേക്കുള്ള പ്രവേശനം കടുത്ത നിയന്ത്രണത്തിലാണ്. നിരവധി വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ഔദ്യോഗിക വിവരണമാണ് പലപ്പോഴും ജനങ്ങൾക്ക് ലഭിക്കുന്ന ഏക വിവര സ്രോതസ്. ഒരു സമൂഹത്തിന്റെ ചിന്തയെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വിവരങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നതാണ്. ഇവിടെയാണ് നിയാസോവിന്റെ വ്യക്തിപൂജയുടെ കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം എഴുതിയിരുന്ന റുഹ്നാമ എന്ന പുസ്തകം ഒരു സാധാരണ പുസ്തകമായിരുന്നില്ല. അത് രാജ്യത്തിന്റെ ഔദ്യോഗിക ആശയശാസ്ത്ര ഗ്രന്ഥമായി മാറി. സ്കൂളുകളിലും സർവകലാശാലകളിലും സർക്കാർ ജോലിക്കുള്ള പരീക്ഷകളിലും ഈ പുസ്തകം പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ മതപരമായ പ്രാധാന്യം പോലും അതിന് നൽകിയിരുന്നു. ചരിത്രവും ദേശീയ സ്വത്വവും നേതാവിന്റെ കാഴ്ചപ്പാടിലൂടെ പുനർനിർമ്മിക്കാനുള്ള ശ്രമമായാണ് പല നിരീക്ഷകരും ഇതിനെ വിലയിരുത്തുന്നത്. നിയാസോവിന്റെ വ്യക്തിപൂജ അവിടെ അവസാനിച്ചില്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടു. അതിൽ ഏറ്റവും പ്രശസ്തമായത് സൂര്യനെ പിന്തുടർന്ന് തിരിയുന്ന സ്വർണ്ണ പ്രതിമയാണ്. മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ പോലും മാറ്റി. പൊതുസ്ഥലങ്ങളിൽ നേതാവിന്റെ ചിത്രങ്ങൾ എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടു.
ഒരു വ്യക്തിയെ രാജ്യത്തിന്റെ പ്രതീകമാക്കി മാറ്റുന്ന ക്ലാസിക് ഏകാധിപത്യ മാതൃകയായിരുന്നു അത്. 2002 നിയാസോവിനെതിരെ വധശ്രമം നടന്നതായി സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒരിക്കലും പൊതുജനങ്ങൾക്ക് ലഭിച്ചില്ല. ഈ സംഭവത്തിന് പിന്നാലെ വൻതോതിൽ അറസ്റ്റ് നടപടികൾ നടന്നു. പ്രതിപക്ഷ പ്രവർത്തകരും മുൻ ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരെ തടവിലാക്കി. മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത് ഈ സംഭവമാണ് രാജ്യത്തെ കൂടുതൽ അടച്ചിട്ട ഏകാധിപത്യ സംവിധാനമാക്കി മാറ്റിയതെന്നാണ്. അഷ്ഗാബാദിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെയുള്ള മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഓവർദാൻ ഡപ്പെ ജയിലിനെ കുറിച്ചുള്ള വിവരണങ്ങൾ അതിലും ഭയാനകമാണ്. നിരവധി മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ പ്രകാരം തടവുകാർ കടുത്ത ചൂടും പട്ടിണിയും ഒറ്റപ്പെടലും സഹിക്കേണ്ടി വരുന്നു. അവിടെ പ്രവേശിച്ച പലരെയും പിന്നീട് ആരും കണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരാരോപണം. ഭരണകൂടത്തെ എതിർക്കുന്നവർക്ക് മുന്നറിയിപ്പായി ഈ ജയിലിനെ കാണുന്നവരുമുണ്ട്. 2006 നിയാസോവ് മരിച്ചപ്പോൾ രാജ്യത്ത് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷ ചിലർക്കുണ്ടായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയായ ഗുർബാംഗുലി ബർഡി മുഹമ്മദോവ് ആയിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ 99% പിന്തുണ ലഭിച്ചതായി ഔദ്യോഗിക ഫലങ്ങൾ പ്രഖ്യാപിച്ചു. എന്നാൽ അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. ഭരണ സംവിധാനം മാറിയില്ല, നിയന്ത്രണങ്ങൾ തുടർന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ തുർക്ക്മെനിസ്ഥാൻ സ്ഥിരമായി ഇടം നേടാറുണ്ട്. അന്താരാഷ്ട്ര മാധ്യമ സ്വാതന്ത്ര്യ സൂചികകളിലും ജനാധിപത്യ സൂചികകളിലും രാജ്യം വളരെ താഴ്ന്ന സ്ഥാനങ്ങളിലാണ്. എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് കാണാൻ സാധിക്കില്ല. കാരണം അഷ്ഗാബാദിന്റെ വെളുത്ത മാർബിൾ കെട്ടിടങ്ങൾ ആ യാഥാർത്ഥ്യം മറച്ചുവെക്കുന്നു. അഷ്ഗാബാദിന്റെ കഥ വെറും ഒരു നഗരത്തിന്റെ കഥയല്ല, അതൊരു മുന്നറിയിപ്പാണ്. കെട്ടിടങ്ങളുടെ ഭംഗിയും സ്മാരകങ്ങളുടെ വലിപ്പവും ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ എല്ലായ്പ്പോഴും പ്രതിഫലിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ ഏറ്റവും മനോഹരമായി തോന്നുന്ന കാഴ്ചകൾക്ക് പിന്നിലായിരിക്കും ഏറ്റവും വലിയ നിശബ്ദത ഒളിഞ്ഞിരിക്കുന്നത്. ശൂന്യമായ റോഡുകളും ആളുകളില്ലാത്ത പാർക്കുകളും തിളങ്ങുന്ന കൊട്ടാരങ്ങളും നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് മാർബിൾ കെട്ടിടങ്ങളാണോ, അതോ സ്വതന്ത്രമായി സംസാരിക്കാനും ചിന്തിക്കാനും കഴിയുന്ന ജനങ്ങളാണോ? അവസാനം അഷ്ഗാബാദിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പ്രധാന സത്യമാണ്. സ്വാതന്ത്ര്യം എന്നത് വെറും തിരഞ്ഞെടുപ്പുകളോ ഭരണഘടനയോ മാത്രമല്ല. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ധൈര്യം, വിവരങ്ങൾ അറിയാനുള്ള സ്വാതന്ത്ര്യം, അധികാരത്തെ വിമർശിക്കാനുള്ള അവകാശം, ഇതെല്ലാം ചേർന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. മരുഭൂമിയുടെ നടുവിൽ തിളങ്ങി നിൽക്കുന്ന അഷ്ഗാബാദ് ലോകത്തിനു മുന്നിൽ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.